ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജന്മനാട് ആരാണ് വിറ്റതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആരാണ് അതിന് വില കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ കവി മഹ്മൂദ് ദർവേഷിൻ്റെ വരികളാണിത്. ഈ നിമിഷവും ഫലസ്തീനിൽ അനേകം മനുഷ്യർ മരിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ ഫലസ്തീൻ ചോര പുരണ്ട പകലുകൾ എന്ന വിഷയത്തിൽ ചില ഉണർത്തലുകൾ പങ്കുവെക്കാം. ഫലസ്തീൻ ജനതയുടെ ഇന്നലകളിലേക്ക് നാം നോക്കുമ്പോൾ അനേകം വർഷങ്ങളായ യുദ്ധത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും വേദന സഹിക്കുന്നവരാണവർ. അവിടുത്തെ നിരപരാധികളായ കുഞ്ഞുങ്ങൾക്കും ഉമ്മമാർക്കും ഓരോ മനുഷ്യർക്കും വരെ ഓരോ ദിവസവും നിണം തീണ്ട ദിനരാത്രികളാണ് കടന്നു പോകുന്നത്. ലോകം സന്തോഷത്തോടെ ഗമിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഫലസ്തീനിലെ ഉമ്മമാരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദം ഉയർന്നത് നാം കേൾക്കുകയാണ്. സ്വന്തം നാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ട അവർ യാതനകൾ സഹിക്കുകയാണ്. അവകാശങ്ങൾക്ക് പകരം അവർക്ക് ലഭിക്കുന്നത് മിസൈലുകളും ബോംബുകളും മാത്രമാണ്. ചോര പുരണ്ട കണ്ണടയിലൂടെ നോക്കുന്നത് പോർ അവർ ദിവസവും രക്തക്കടലുകൾ കാണുകയാണ്. അവരുടെ വീടുകൾ തകർത്തെറിയപ്പെടുന്നു. സ്കൂളുകളും ആശുപത്രികളും സാംസ്കാരിക സ്ഥാപനങ്ങളും ചിന്നിച്ചിതറുന്നു. നമ്മുടെ പിഞ്ചോമന മക്കൾ ഉമ്മമാരുടെ താരാട്ടുപാട്ട് കേട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ വെടിച്ചകളാണ് കേൾക്കേണ്ടി വരുന്നത്. കളിപ്പാട്ടങ്ങളുമായി നിഷ്കളങ്കമായ ബാല്യം രസിക്കേണ്ട കുഞ്ഞുങ്ങൾ പോലും രക്തസാക്ഷികളാകുകയാണ്. എന്തിനേറെ ജനിച്ചിട്ട് വെറും ഒരു ദിനം തികയുമ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞൊരു കുഞ്ഞിൻ്റെ വാർത്ത നാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. ഇന്ന് വരെ മരണമടഞ്ഞ ജനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ 66,000-ലധികവും നിരപരാധികളുടെ ജീവനുകളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കവർന്നെടുത്തത്. അതിൽ 18,400-ലധികവും താൻ എന്തിനു വേണ്ടി കൊല്ലപ്പെടുന്നു എന്ന് പോലും അറിയാത്ത നിഷ്കളങ്കന്മാരായ കുഞ്ഞുങ്ങളാണെന്ന അവസ്ഥ പറയാതിരിക്കാൻ വയ്യ. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഗസ നഗരത്തിലെ 2% ബിൽഡിങ്ങുകളും തകർത്തെറിയപ്പെടുന്നു. പൂർണ്ണമായും നശിച്ചത് 52,774 ബിൽഡിങ്ങുകളും ഭാഗികമായി നശിച്ചത് 18,913 ബിൽഡിങ്ങുകളുമാണ്. 913 ബിൽഡിങ്ങുകളുമാണ്. UN റിപ്പോർട്ട് പ്രകാരം 2024 ജനുവരിയിലെ UN റിപ്പോർട്ട് പ്രകാരം ഗസയിലെ 92% ഹൗസിംഗ് യൂണിറ്റുകളും ഒന്നുകിൽ കേടാകെ നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. 2024 ജനുവരിയിലെ സ്കൂളുകളിൽ 212 നേരിട്ടുള്ള ആക്രമണങ്ങൾ UN രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പല സ്കൂളുകൾ പല ആശുപത്രികളും പ്രവർത്തനരഹിതമായി. നിരായുധരായ ഫലസ്തീൻ ജനതയെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീൻ ജനതയുടെ മനോധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാരണത്താൽ മാത്രമാണ്. ഈ ചിത്രങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് ഫലസ്തീൻ ന്യായത്തിനായി ഒരിക്കലും പിന്മാറാതെ സ്ഥാനത്തോടെ നിലകൊള്ളണം എന്ന പാഠമാണ്. ഒപ്പം അല്ലാഹുവിലുള്ള വിശ്വാസവുമാണ്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഭാഷണം നടത്താൻ വേണ്ടി നടന്നു നീങ്ങുമ്പോൾ സദസ്സിലുള്ള ഒരു പറ്റം മനസ്സാക്ഷി മനസ്സുകൾ എഴുന്നേറ്റ് പ്രതിഷേധമെന്നോണം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നിട്ടും അശേഷം കരുണയുടെ അംശമില്ലാതെ താൻ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരത ന്യായീകരിക്കാനാണ് അയാൾ ശ്രമിച്ചത്. സഹോദരങ്ങളെ, നമുക്കൊരു നിലപാട് വേണം. ഫലസ്തീൻ ജനതയുടെ വേദന മനസ്സിലാക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. മനുഷ്യ സ്നേഹത്തിൻ്റെ പേരിൽ, ന്യായത്തിൻ്റെയും നീതിയുടെയും പേരിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും വേണം. ഫലസ്തീനൊപ്പം നിൽക്കാൻ മുസ്ലിമാവേണ്ട, മനുഷ്യനായാൽ മതി എന്ന സുന്ദരവാക്യം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവസാനമായി ഐ ഹാവ് എ ഡ്രീം. ഫലസ്തീൻ ചിരിക്കണം. അവിടുത്തെ കുരുന്നുകൾ നിഷ്കളങ്കതയോടെ ബാല്യം അനുഭവിക്കണം. ഭയമില്ലാത്ത പുല്ലരികളും ആശങ്കയില്ലാത്ത രാവുകളുമായി തീരണമെന്ന് ഉണർത്തി വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.